വണ്ടി നിർത്തിയേ, വണ്ടി നിർത്തിയില്ല ഞാനിപ്പോ ചാടും. നീ ചാടുവൊന്നുമില്ല ചേട്ടാ, അങ്ങനെ വിട്ടാ ശരിയാവില്ല. വണ്ടി നിർത്താനാ പറഞ്ഞേ. ചേട്ടന് ഇത് എന്തിനുള്ള പുറപ്പാടാ? അവന്മാർക്ക് രണ്ട് കൊടുക്കാൻ. അവന്മാരെന്ന് കളിയാക്കെന്ന് വെച്ച് നമുക്കെന്താ? അങ്ങനെ എന്റെ പെങ്ങളെ പാലും കളിയാക്കണ്ട, എനിക്കിത് ഇഷ്ടമല്ല. ഇങ്ങോട്ടൊന്ന് നോക്കിയേ, നോക്കിയേ. എന്താ ഈ നാട്ടിൽ കാണുന്ന ആമ്പിള്ളാരെയൊക്കെ തല്ല് ചതയ്ക്കാനാണ് ഭാവമെങ്കിലേ ഞാൻ ഇനി ബൈക്കിലില്ല, ഞാൻ വല്ല ഓട്ടം പിടിച്ചു പോക്കോളാം. അങ്ങനെ പിണങ്ങാതെ കേറാം. പക്ഷെ ഇനി എന്നെ ആര് കളിയാക്കിയാലും പ്രതികരിക്കില്ലെന്ന് വാക്ക് തന്നാ കേറാം. ശരി, തീർന്നിട്ടില്ല. അതേ, കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേരാകുമ്പോ ചിലപ്പോ ആമ്പിള്ളേർ നോക്കിയെന്ന് വരും. ചിലപ്പോ കമന്റ് അടിച്ചൊന്നും വരും. ചിലപ്പോ കണ്ണിറക്കി കാണിച്ചൊന്നും വരും. കണ്ണിറക്കി കാണിച്ചാലേ അവന്റെ കണ്ണീർ അടിച്ച് പൊട്ടിക്കും. നീ വണ്ടി കയറി കേറ്. എന്താ അല്ല എന്താ 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 പ്രശ്നം? എന്താ അല്ല ഈ വണ്ടി ബ്രേക്ക് ഡൗൺ ആണോ? ബ്രേക്ക് ഡൗൺ ആണെങ്കിൽ ഞാൻ ലിഫ്റ്റ് തരാം. അല്ലെങ്കിലോ? അല്ലെങ്കിലും ഞാൻ ലിഫ്റ്റ് തരാം. ഇയാളിങ്ങനെ ഒരുപാട് പേർക്ക് ലിഫ്റ്റ് കൊടുക്കും? അങ്ങനെ ഒരുപാട് പേർക്കൊന്നും ലിഫ്റ്റ് കൊടുക്കില്ല. ഇത് പിന്നെ രാമൻകുട്ടി ചേട്ടനായതുകൊണ്ട് മാത്രം. ഞാൻ രാമൻകുട്ടി ചേട്ടനാണെന്ന് അത് പിന്നെ മോൻ കണ്ടല്ലോ, അറിഞ്ഞൂടെ? മുഖത്ത് എഴുതി വെച്ചു. അല്ല, അത് രാമൻകുട്ടി ചേട്ടൻ അറിയാത്തവരാരെങ്കിലും ഉണ്ടോ? സിസ്റ്റർ അല്ലേ? അല്ല, അമ്മയാ. എന്താ നോട്ടം ഉണ്ടോ? പിന്നെ പോടാ അവിടുന്ന്. അത് ഞാൻ പറഞ്ഞോളാം. എനിക്കറിയില്ല. ഈശ്വര സാക്ഷിയായിട്ട് എല്ലാവരുടെയും കാശ് ഞാൻ തന്നിരിക്കും. ഇത് രാമൻകുട്ടിയാ പറയുന്നത്. ചിയാമി ബില്ല് മാറാൻ പോയിട്ടുണ്ട്. ബില്ല് മാറി വന്ന ഉടനെ നിങ്ങളുടെ കാശ്. കുറെ നാളായി ഞങ്ങളിത് കേൾക്കാൻ തുടങ്ങിയിട്ട്. ഞങ്ങൾക്ക് ഇപ്പൊ രണ്ടിലൊന്നും അറിയണം. സാറ് കാശ് തരുമോ ഇല്ലയോ? ഞാൻ പറയുന്നത് കേൾക്ക. ബില്ല് മാറി കിട്ടാൻ അല്പം താമസം. എന്തായാലും നിങ്ങള് ഇപ്പൊ പോ. 2 ദിവസത്തിനകം ഉറപ്പായിട്ട് ഞാൻ കാശ് തരാം. ഉറപ്പാണല്ലോ? ഉറപ്പ്. ഞാനല്ലേ പറയുന്നത്. നാളെ പണം കിട്ടിയില്ലെങ്കിൽ ഞങ്ങളുടെ സ്വഭാവം മാറും. അപ്പോഴേ 2 ദിവസം കൂടി അങ്ങോട്ട് തരുന്നു. അതിനുള്ളിൽ കാശ് കിട്ടിയില്ലെങ്കിൽ ബാക്കി ഞാൻ പറയണ്ടല്ലോ. വരണ്ട മുതലാളി. ചിയാമി എത്തിയോ? എത്തി. എടാ, ബില്ലൊക്കെ പാസ്സായോ? പാസ്സായി. മത്തായിയുടെ വീട് പണിക്കുള്ള അഡ്വാൻസ് കിട്ടിയോ? കിട്ടിയോ? നമ്മൾ പുതുതായി പണിത വീടിന് വേണം മേനോൻ സാറില്ലേ, അയാളും ഗൾഫിൽ നിന്ന് എത്തി. അപ്പൊ ആ ബാലൻസ് ഓർഡർ കിട്ടും? കിട്ടുന്നല്ല മുതലാളി, കിട്ടി. കിട്ടിയോ? ആ വീട് തകർന്നു വീണു. എനിക്കുള്ള അഡ്വാൻസ് കിട്ടി. മുതലാളിക്കുള്ള അഡ്വാൻസ് തരാനായിട്ട് കുറച്ച് ആൾക്കാർ വന്നതാ. അയ്യോ, ചേട്ടനെ കണ്ടില്ലല്ലോ. ചേട്ടൻ തിരക്കുള്ളൊരു കോൺട്രാക്ടർ അല്ലേ, നിന്ന് തീരാൻ നേരല്ല. പിന്നെ എന്നോടുള്ള സ്നേഹക്കൂടുതലുണ്ടാ. രാവിലെ കോളേജിൽ കൊണ്ടുവരുന്നതും വൈകുന്നേരം കൂട്ടിക്കൊണ്ടുപോകാൻ വരുന്നതും. അത്രയ്ക്ക് തിരക്കുള്ള ആളാണെങ്കിൽ ആ പൊട്ട ബൈക്ക് കൊടുത്തിട്ട് ഒരു കാർ വാങ്ങാൻ പറ. ഒരു ഡ്രൈവറെ വെച്ചാ പോരെ. നിനക്ക് കോളേജിൽ വരികയും പോവുകയും ചെയ്യാലോ. ഇടയ്ക്ക് ഞങ്ങൾക്കും കയറാം, അല്ലേടി? ഓ, കാറൊന്നും എനിക്കിഷ്ടല്ല. എനിക്കിഷ്ടം ജീപ്പാ. ജീപ്പാകുമ്പോ ഒരു സ്റ്റൈലാ. ഉടനെ വാങ്ങാൻ ഏട്ടൻ പറഞ്ഞിട്ടുണ്ട്. ദേ, നിന്റെ ചേട്ടൻ ജീപ്പിൽ പോണോ? പോലീസ് ജീപ്പാണെന്ന് മാത്രം. ഒളിഞ്ഞു വീണ ഇയാളുടെ കെട്ടിടം നിനക്ക് എപ്പോ ശരിയാക്കി കൊടുക്കാൻ പറ്റും? ഒരാഴ്ചക്കുള്ളിൽ പണി തുടങ്ങാം. ഞാൻ ഉറപ്പ് തരിക. ഒരാഴ്ചക്കുള്ളിൽ എങ്ങനെ പണി തുടങ്ങാന്ന മുതലാളി പറയണത്? നാട്ടുകാരെ പറ്റിക്കണ പോലീസുകാരെ പറ്റിക്കാൻ പറ്റുമോ? എന്താടാ ഒരു രഹസ്യം പറച്ചില്ലേ? അല്ല, ഒരാഴ്ചക്കുള്ളിൽ പണി തുടങ്ങുന്നതിനെ പറ്റി ഞങ്ങൾ ആലോചിക്കായിരുന്നു. എടാ രാമൻകുട്ടി, 10-20 വർഷം ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യ. എന്റെ വീടിന്റെ പണി തീർത്ത് തന്നില്ലെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട. മനസ്സറേ, ഒരൊറ്റ ആഴ്ച അതിനുള്ളിൽ ഞാൻ വീട് പണി തുടങ്ങിക്കോളാം. ഒരാഴ്ചക്കുള്ളിൽ പണി തീർത്ത് കൊടുക്കണം. വെറുതെ ഞങ്ങൾക്ക് പണി ഉണ്ടാക്കി വെക്കരുത്. ഇല്ല. പൊയ്ക്കോ. നീ വന്നേ. മുതലാളിനെ വിളിക്കണ. മുതലാളിയല്ല, നീ. എന്താണ് നിന്റെ പേര്? ചിയാമി. എവിടാ നിന്റെ വീട്? ശരി, പൊയ്ക്കോ. പോടാ. ആകപ്പാടാണ് ചായക്കുള്ള കാശോളൂ കേട്ടോ. നീ അതൊന്നും ചാടിക്കറി ഓർഡർ ചെയ്യല്ലേ? ഒന്നും ഓർഡർ ചെയ്യണില്ല. ഓർഡർ ചെയ്ത് കഴിക്കുന്നത് കാണുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ. കണ്ടോ. അവിടെ 2 ചിക്കനും 3 ചപ്പാത്തി. ഓക്കെ, ശരി. ഹലോ.
എടാ നിനക്കെന്നെ മനസ്സിലായില്ലേ? ഇത്ര പെട്ടെന്ന് പറഞ്ഞു പോയോ? എടാ ഞാൻ ഉണ്ണി, ഒന്നാം ക്ലാസ്സിൽ ഒരേ ബെഞ്ചിൽ ഒരുമിച്ചിരുന്ന് പഠിച്ച ഉണ്ണി. നിനക്ക് ഇത്ര ഓർമ്മയില്ലേ? ഫ്രണ്ടാ ഫ്രണ്ട് അതൊക്കെ പോട്ടെ, നീ എന്താ ഇവിടെ? ചായ കുടിക്കാൻ വന്നതാ. ഓ തമാശ തമാശ, നീ ഇപ്പോഴും തമാശ വിട്ടിട്ടില്ല. പിന്നെ വീട്ടിലെങ്ങനെ അച്ഛനൊക്കെ സുഖം തന്നെ? അച്ഛൻ വെച്ചിട്ട് 10 വർഷമായില്ലേ? അത് പിന്നെ എനിക്കറിയാലോ, ഞാൻ കൊച്ചച്ഛന്റെ കാര്യമല്ലേ ചോദിച്ചത്. അപ്പൊ അച്ഛൻ പിന്നെ അന്ന് ഹാർട്ട് അറ്റാക്ക് ആയിട്ടല്ലേ മരിച്ചത്? അച്ഛൻ ലോറി കാര്യല്ലേ മരിച്ചത്? അതെ, ലോറി ഇങ്ങനെ ഹാർട്ടിന്റെ മുകളിൽ കൂടി ഇങ്ങനെ കേറി അറ്റാക്ക് ആയിട്ടാണല്ലോ മരിച്ചത്. ശ്ശോ, എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുന്നു. ഇതാരാ ഫ്രണ്ടാ? അല്ല മുതലാളിയാ. അയ്യോ, ഏത് കമ്പനിയുടെ? ഞാൻ കോൺട്രാക്ട്. ഐ എം മുണ്ടി ഫ്രം ചിക്കാഗോ. എവിടെയാ? അയ്യോ ഇതൊക്കെ എന്തിനാ? അതൊന്നും പറഞ്ഞാ പറ്റില്ല. ഇതൊക്കെ കഴിച്ചോളം. വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കണ്ടുപിട്ടല്ലേ? എവിടെയോ വെച്ച് കാണാൻ വഴിയില്ല. ഐ എം ഫ്രം ചിക്കാഗോ. അപ്പൊ വീട്ടിലൊക്കെ എങ്ങനെയാ? അമ്മ, അച്ഛൻ, പെങ്ങള് കഴിക്കും സാർ. എനിക്ക് പോകാൻ അല്പം ധൃതിയുണ്ട്. We will meet again. അപ്പൊ ബില്ല് ബില്ലൊക്കെ ഞാൻ പേ ചെയ്തിട്ടുണ്ട്. ഐ എം വെരി ഹാപ്പി. സന്തോഷം. കിട്ടിപ്പോയി. ഞാൻ ഗായത്രിയായിട്ട് ബൈക്കിൽ പോയപ്പോഴേ ഇവൻ ലിഫ്റ്റ് തരാന്ന് പറഞ്ഞവനാ. എന്നിട്ട് മുതലാളി ഇപ്പോഴാണ് പറയണത് അവന്റെ ഏതായാലും തീരട്ടെ. കഴിക്ക് മുതല കഴിക്ക്. അതൊക്കെ ഇങ്ങോട്ട് ഇറക്കടാ. എന്താ വേണ്ടത്? മാറി നിൽക്കട്ടെ. ആരാ? എന്താ ഇവിടെ? നിന്റെ ചേട്ടൻ രാമൻകുട്ടി എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച 50,000 രൂപയുടെ കണക്ക് ചോദിക്കാൻ വന്നതാ. മുതല് കിട്ടിയില്ലെങ്കിൽ പലിശയെങ്കിലും കിട്ടണമല്ലോ. അതുകൊണ്ട് തൽക്കാലം ഞാനിവിടെ പൊറുക്കാൻ പോവാ. കൂട്ടിന് നിന്നെ പോലൊരു കിളുന്നുള്ളത് സുഖം തന്നെയല്ലേ? വാ, ചൂടാകാതെ പെണ്ണേ. ഇവിടെ എനിക്ക് ബോറടിക്കുന്ന ഞാൻ വിചാരിച്ചെ. ഇപ്പൊ അതും മാറി. തൊട്ട് തലോടിയിരിക്കാൻ നിന്നെ പോലൊരു പെണ്ണുണ്ടല്ലോ. അങ്ങോട്ട് മാറിക്കളെ. അമ്മായി എന്തു പറ്റി? എന്റെ പെങ്ങളെ പിടിക്കുമല്ലേ? നിന്റെ കൈ ഞാൻ വെട്ടും. ഇനിയും പിടിക്കൂടാ. അത്രയ്ക്ക് ആണത്തോളവനാണെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച കാശ് തടാ. പാട്ടി, നാളെ സൂര്യ ഉദിക്കുമെങ്കിൽ നിന്നോട് വാങ്ങിയ പണവും പലിശ ഞാൻ തന്നിരിക്കും. എന്റെ പേര് രാമൻകുട്ടി എന്നാണെങ്കിൽ മാറിക്കടാ. മുതലാളി നാളെ നമ്മൾ കാശിന് കൊടുക്കും.
മോനെ ഈ മുടിഞ്ഞ പട്ടികൾ ഉറങ്ങാനും സമ്മതിക്കൂലേ? ആരാത്? 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 പട്ടികളൊക്കെ ഇപ്പൊ ആടിന്റെ ശബ്ദത്തിലാ കരയണത്. നോട്ടിത് കേട്ടാ? ഈശ്വര, ഇതെന്തത്? തൽക്കാലം 50,000 ആവശ്യമല്ലുള്ളൂ. അത്യാഗ്രഹം പാടില്ല. കരഞ്ഞോണ്ടിരി. തീർന്ന ഈശ്വര, രക്ഷകൻ ആടിന്റെ രൂപത്തിൽ വന്ന് എന്നെ സഹായിച്ച. എങ്ങനെയാ മോനെ നമ്മൾ ഇന്ന് ആ കാശ് കൊടുക്കുക? എനിക്കൊന്നും അറിയില്ല. കാശ് കൊടുത്തില്ലെങ്കിൽ അവൻ വീണ്ടും പ്രശ്നം ഉണ്ടാക്കും. ഇന്നാ പണം, ഇത് അവനുണ്ട് കൊടുക്കുക. സത്യം പറയടാ, ഈ പണം നിനക്ക് എവിടെ നിന്ന് കിട്ടി? ചെയ്യാമി മോഷ്ടിക്കില്ലെന്ന് മുതലാളിക്ക് അറിയാലോ. പിന്നെ രക്ഷകൻ തന്നതാ. രക്ഷകനോ? അതെ, ഇനി ഒന്നും ആലോചിക്കണ്ട. അവന്റെ മുമ്പിൽ മുതലാളി കൊച്ചാവാൻ പാടില്ല. ഈ പണം അവന്റെ മുഖത്ത് വലിച്ചെറിഞ്ഞിട്ട് മുതലാളി അവനോട് 4 വർത്താനം പറ. ആ